ദൈവമേ, കർത്താവിന്റെ വചനം പറയുകയാണ്, നീ എന്റെ ദൃഷ്ടിയിൽ വിലയേറിയവനും മാന്യനുമാകുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവങ്ങളെ, മറ്റുള്ളവർ എനിക്ക് നിങ്ങൾക്ക് നൽകി തരുന്ന വിലയല്ല ദൈവം നമുക്ക് നൽകി തരുന്ന വില. നിന്നെ സൃഷ്ടിച്ച ദൈവം നിനക്ക് വലിയൊരു വില തരുന്നുണ്ട്. നിന്നെ വിലയേറിയവനെന്ന് അവൻ നിന്നെ എണ്ണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നീ സ്വയം നിന്നെ വില കുറച്ചവനായി കാണരുത്, വില കുറഞ്ഞവനായി കാണരുത്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവ് നിന്നെ അനുഭവത്തോടെ വഴി നടത്തുക തന്നെ ചെയ്യും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുകയാണ്. നൽകപ്പെട്ട ഈ നല്ല പ്രഭാതത്തെ കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വയം ഞങ്ങളെ വില കുറച്ചവരായി കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ ഈ പ്രഭാതം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമാക്കി മാറ്റിയതിനായി നന്ദി. കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹത്തിനായി നന്ദി. സ്വർഗം പിന്നെയും ഞങ്ങളെ വഴി നടത്തണം. അത്ഭുതത്തോടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ കൃപ നൽകണം. പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതം അനുഗ്രഹമാക്കി തീർത്തതിനായി നന്ദി കർത്താവെ. എല്ലാ ദൈവജനത്തിനും ഇതൊരു അനുഗ്രഹത്തിന്റെ പ്രഭാതമാകട്ടെ, തോൽവിനെയല്ല വിജയത്തിന്റെ പ്രഭാതമാകട്ടെ. അതായത് പ്രതികൂല സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഞങ്ങളുടെ മുൻപിലുണ്ട്. എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ സ്വർഗം കൃപ തരണം. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.